നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് കെ-സ്മാർട്ട് വഴി പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നതിന് വേണ്ടി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. കെ-സ്മാർട്ട് വരുന്നതിന് മുമ്പ് പ്രോപ്പർട്ടി ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നത് കേരള സർക്കാരിൻ്റെ സഞ്ജയ് വെബ്സൈറ്റാണ്. എന്നാൽ കെ-സ്മാർട്ട് വന്നതോടുകൂടെ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും പരിധിയിൽ വരുന്ന പ്രോപ്പർട്ടീസിൻ്റെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇനി കെ-സ്മാർട്ട് ത്രൂ ആണ്. അതിൻ്റെ ഡാറ്റ കെ-സ്മാർട്ട് സിസ്റ്റത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുൻപ് പ്രോപ്പർട്ടി ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്തതിൻ്റെ താഴെ നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ വന്ന് കമൻറ്റ് ചെയ്തിരുന്നു, മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും പേയ്മെൻറ്റ് സഞ്ജയ് വെബ്സൈറ്റ് വഴി ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ്. അതിൻ്റെ കാരണം ഇതാണ്. ഇനി മുതൽ കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും പരിധിയിൽ വരുന്ന പ്രോപ്പർട്ടീസിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കെ-സ്മാർട്ട് വഴിയാണ്. പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രോപ്പർട്ടീസിൻ്റെ ടാക്സ് സഞ്ജയ് വെബ്സൈറ്റ് വഴി നിലവിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ 2024 ഏപ്രിൽ 1 പഞ്ചായത്തിൻ്റെ സേവനങ്ങളും കെ-സ്മാർട്ടിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. 2024 ഏപ്രിൽ 1 ശേഷം പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രോപ്പർട്ടീസിൻ്റെ ടാക്സും കെ-സ്മാർട്ട് സിസ്റ്റം വഴിയായിരിക്കും പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 2024 ഫെബ്രുവരി മാസത്തിലാണ്. നിലവിൽ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന കെട്ടിടങ്ങളുടെ ടാക്സ് പേയ്മെൻറ്റ് നമുക്ക് സഞ്ജയ് വെബ്സൈറ്റ് വഴി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും പരിധിയിൽ വരുന്ന പ്രോപ്പർട്ടീസിൻ്റെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കെ-സ്മാർട്ട് വെബ്സൈറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും പരിധിയിൽ വരുന്ന പ്രോപ്പർട്ടീസിൻ്റെ ടാക്സ് കെ-സ്മാർട്ട് വെബ്സൈറ്റ് വഴി പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രോപ്പർട്ടി ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കെ-സ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. kesmart.lsgkerala.gov.in എന്നുള്ളതാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എത്താവുന്നതാണ്. ഹോം സ്ക്രീനിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ പേ ടാക്സ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് സ്മാർട്ട് സെർച്ചും രണ്ട് അഡ്വാൻസ്ഡ് സെർച്ചുമാണ്. സ്മാർട്ട് സെർച്ച് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് ആധാർ നമ്പർ ഉപയോഗിച്ച് കെ-സ്മാർട്ടുമായിട്ട് ലിങ്ക് ചെയ്ത് ഒരു ബിൽഡിംഗ് ID ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ബിൽഡിംഗ് ID ജനറേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ വൈകാതെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ബിൽഡിംഗ് ID നമ്മുടെ കൈവശമില്ലാത്തതുകൊണ്ട് നമ്മൾ അഡ്വാൻസ്ഡ് സെർച്ച് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് സെർച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകേണ്ടതായിട്ടുണ്ട്. ഒന്ന് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലോക്കൽ ബോഡി ടൈപ്പ്, നിലവിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മാത്രമേ ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പഞ്ചായത്തിൻ്റെ സേവനങ്ങൾ 2024 ഏപ്രിൽ 1 ശേഷം കെ-സ്മാർട്ടിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ലോക്കൽ ബോഡി നെയിം, നിങ്ങളുടെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിയാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സോണൽ ഓഫീസ്, മെയിൻ ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. വാർഡ് ഇയർ 2013 സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വാർഡ് ഏതാണ് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡോർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ് നമ്പർ നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് ആപ്ലിക്കബിൾ ആണ് എങ്കിൽ മാത്രം അത് നൽകുക. ഇത്രയും വിവരങ്ങൾ നൽകിയതിന് ശേഷം താഴെ കാണുന്ന സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഇവിടെ താഴെ ഇത്തരത്തിൽ കാണിക്കുന്നതാണ്. ജസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. അത് ഓക്കെ ആണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന പേ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പ്രോപ്പർട്ടി ടാക്സിൻ്റെ പേയ്മെൻ്റ് എല്ലാം ഇത്തരത്തിൽ ഈ പേജിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയറിയാം, ഈ കസ്റ്റമർ 2021 തൊട്ട് പേയ്മെൻറ്റ് പെൻഡിങ് ആണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ 2 ഘട്ടമായിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. അപ്പോൾ 2021 തന്നെ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും പെൻഡിങ് പേയ്മെൻറ്റ് ഉണ്ട്. അതുപോലെ 2023, 2022 വർഷങ്ങളിലും പെൻഡിങ് പേയ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പ്രോപ്പർട്ടി ടാക്സ് പേയ്മെൻറ്റ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹാഫിലെ പേയ്മെൻറ്റ് നിങ്ങൾ ഇപ്പോൾ നിലവിൽ പേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അതിന് നേരെയുള്ള ചെക്ക് ബോക്സ് ജസ്റ്റ് അൺടിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് അൺസെലക്ട് ആയിക്കോളും. അതുപോലെ തന്നെ നിങ്ങൾ പേ ചെയ്യേണ്ട പീനൽ ഇൻട്രസ്റ്റും താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിനുശേഷം താഴെ കാണുന്ന കോളത്തിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം പേ നോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കൺഫർമേഷൻ പോപ്പ് ഉപയോഗിക്കുന്നതാണ്, അതിന് യെസ് കൊടുക്കുക. അതിനുശേഷം പേ നോ ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യുക. ഇവിടെ നെറ്റ് ബാങ്കിങ്, UPI, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിങ്ങനെ പല പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ നിന്ന് കെ-സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. അങ്ങനെ റീഡയറക്റ്റ് ആയിട്ട് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഒരു പ്രിൻ്റ് ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും പ്രിൻ്റ് എടുക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കെ-സ്മാർട്ട് വഴി മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും പരിധിയിൽ വരുന്ന പ്രോപ്പർട്ടീസിൻ്റെ ടാക്സ് പേയ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.